ബഹിരാകാശ പേടകങ്ങളിലൂടെയും ടെലസ്കോപ്പുകളിലൂടെയുമൊക്കെ നമ്മൾ നിരന്തരമായി എക്സോ പ്ലാനറ്റുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും 4000-ൽ കൂടുതൽ എക്സോ പ്ലാനറ്റുകളെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഗ്രഹങ്ങളെ പോലും നമ്മുടെ വളരെ മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചിലത് ഭൂമിക്ക് സമാനമായ റോക്കി പ്ലാനറ്റ് ആയിരിക്കും, ചിലതാണെങ്കിൽ ജൂപ്പിറ്ററിനെ പോലെ വാതകം നിറഞ്ഞ ലോകങ്ങളായിരിക്കും. എന്നാൽ ചിലത് ഉപരിതലം മുഴുവൻ ലാവ നിറഞ്ഞ നരകതുല്യമായ ഗ്രഹങ്ങളുമായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങൾക്കാണ്. മനുഷ്യരെ പോലത്തെ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രമല്ല, ഒരുപക്ഷെ ഭാവിയിൽ ഭൂമിക്കോ സൗരയൂഥത്തിനോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ടൊരു ഗ്രഹം കണ്ടെത്തുക എന്നതുമാണ് ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളെ തേടാനുള്ള പ്രധാന കാരണം. അങ്ങനെ തേടുന്നതിനിടയിലാണ് നമ്മുടെ സൂര്യന്റെ അയൽവാസിയായ പ്രോക്സിമ സെന്റൗറി എന്ന നക്ഷത്രത്തിന് ചുറ്റും നമ്മൾ ഇതുവരേക്കും കാണാത്ത ഒരു ഗ്രഹം മറഞ്ഞിരിക്കുന്നുണ്ടെന്ന കാര്യം ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായത്. കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അത് ശരിക്കും ഭൂമിയെ പോലത്തെ റോക്കി പ്ലാനറ്റ് ആണെന്നും അതിനേകദേശം ഭൂമിയുടെ അത്ര വലിപ്പമുണ്ടെന്നും അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രഹത്തിനെ നമുക്ക് ഇത്രയും കാലം കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? എന്താണ് ഈ ഗ്രഹത്തിന്റെ പ്രത്യേകതകൾ? ഇവിടെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം. നമ്മുടെ നക്ഷത്രമായ സൂര്യന്റെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന സ്റ്റാർ സിസ്റ്റമാണ് ആൽഫ സെന്റൗറി. ഏകദേശം 4 പ്രകാശവർഷങ്ങൾക്കകലെയാണ് അത് നിലനിൽക്കുന്നത്. ആൽഫ സെന്റൗറിയിൽ 3 നക്ഷത്രങ്ങളുണ്ട്: ആൽഫ സെന്റൗറി എ, ബി, സി. അവ 3ഉം വളരെ അടുത്തടുത്തായിട്ട് നിലനിൽക്കുകയും പരസ്പരം വലം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആൽഫ സെന്റൗറി സി എന്ന നക്ഷത്രമാണ് സൂര്യന്റെ ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന നക്ഷത്രം. ആ നക്ഷത്രത്തിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് പ്രോക്സിമ സെന്റൗറി. പ്രോക്സിമ സെന്റൗറി ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ്. ഇതിന് ചുറ്റും നിലനിൽക്കുന്ന 2 ഗ്രഹങ്ങളെ മാത്രമായിരുന്നു മുൻപ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. 2016-ലാണ് ഹാർപ്സ് എന്ന ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യത്തെ ഗ്രഹത്തിനെ കണ്ടുപിടിച്ചത്. പ്രോക്സിമ ബി എന്നാണ് അതിന് നൽകിയ പേര്. ശാസ്ത്രലോകത്തിന് മുഴുവൻ കൗതുകമുളവാക്കിയ കണ്ടുപിടുത്തം തന്നെയായിരുന്നു പ്രോക്സിമ ബി. എന്തുകൊണ്ടെന്നാൽ ഇതിന് നമ്മുടെ ഭൂമിയുമായിട്ട് ഏതാനും ചില സാമ്യതകളുണ്ട്. ഭൂമിയേക്കാൾ 17% കൂടുതൽ മാസ്സുള്ള ഈ ഗ്രഹത്തിൽ നിന്നാൽ ആകാശത്തിൽ നമുക്ക് 3 നക്ഷത്രങ്ങൾ ഒരുമിച്ചുദിച്ചു നിൽക്കുന്ന മനോഹരമായ ദൃശ്യം കാണാൻ കഴിയും. ഈ ഗ്രഹത്തിന്റെ വലിപ്പവും മാസും കണക്കാക്കുമ്പോൾ ഇതൊരു വാതക ലോകമായിരിക്കാൻ തീരെ സാധ്യതയില്ല. അതിനാൽ തന്നെ ഇത് ഭൂമിയെയും വീനസിനെയും ഒക്കെ പോലെ ഒരു റോക്കി പ്ലാനറ്റ് തന്നെയായിരിക്കും. പ്രോക്സിമ സെന്റൗറിയുടെ വളരെ അടുത്താണ് പ്രോക്സിമ ബി നിലനിൽക്കുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ വെറും 11 ദിവസങ്ങൾ കൊണ്ടാണ് അതൊരു തവണ പ്രോക്സിമ സെന്റൗറിക്ക് ചുറ്റും വലം വെക്കുന്നത്. എന്നാൽ ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിന്റെ ഗോൾഡിലോക്ക് സോൺ എന്ന മേഖലയിലാണ്. നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെയുമല്ല ഒരുപാട് അടുത്തുമല്ലാത്ത മേഖലയാണ് ഗോൾഡിലോക്ക് സോൺ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന മേഖല. ഹാബിറ്റബിൾ സോൺ എന്നും ഈ മേഖലയെ പറയാറുണ്ട്. അതുമാത്രമല്ല, പ്രോക്സിമ സെന്റൗറി ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രമാണ്. നമ്മുടെ സൂര്യന്റെ വെറും 12.5% മാസ് മാത്രമേ ഈ നക്ഷത്രത്തിനുള്ളൂ. അതിനാൽ തന്നെ അതിൽ നിന്നും വളരെ ചെറിയ തോതിലുള്ള ഊർജവും പ്രകാശവും മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ പ്രോക്സിമ ബിയിൽ ജീവൻ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. എന്നാൽ ഈ ഗ്രഹം ടൈഡലി ലോക്ക്ഡ് ആയിരിക്കാനാണ് സാധ്യത. അതായത് ഒരു വശം മാത്രം എപ്പോഴും നക്ഷത്രത്തിനെ അഭിമുഖീകരിച്ചു നിൽക്കും, മറുവശം നിരന്തരമായ ഇരുട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കറിയാവുന്നത് പോലത്തെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ചിലപ്പോൾ രാത്രിയും പകലും ഒന്നിക്കുന്ന മേഖലയിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. 2019 ഒരു സംഘം ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞർ നടത്തിയ നിരീക്ഷണത്തിൽ പ്രോക്സിമ ബി കൂടാതെ വേറെയും ഒരു ഗ്രഹം അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന സംശയമുണ്ടായി. തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ 2020 അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രോക്സിമ സി എന്നാണ് അതിന് നൽകിയ പേര്. ഈ ഗ്രഹം ഹാബിറ്റബിൾ മേഖലയും കഴിഞ്ഞ് നക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്.
-200°C താഴെയായിരിക്കും ഈ ഗ്രഹത്തിലെ താപനിലയെന്നാണ് നിഗമനം. ഇത്രയും തീവ്രമായ കൊടും തണുപ്പിൽ ഭൂമിയിലുള്ളതുപോലത്തെ യാതൊരു തരം ജീവനും നിലനിൽക്കാനുള്ള സാധ്യത തീരെയില്ല. ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയുടെ 7 മടങ്ങ് വ്യാസമുണ്ട്. പക്ഷേ ഇതൊരു വാതക ലോകമാണോ അതോ റോക്കി പ്ലാനറ്റ് ആണോ എന്ന് ശാസ്ത്രജ്ഞർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിനൊരു അന്തരീക്ഷമുണ്ടോ എന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. 2020 പ്രശസ്തമായ വെരി ലാർജ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ നിന്നും തികച്ചും യാദർശികമായി പ്രോക്സിമ സെന്റൗറിക്ക് ചുറ്റും വലം വയ്ക്കുന്ന 3ാമത്തെ ഗ്രഹത്തിനെ കണ്ടെത്തി. അതിന് നൽകിയിരിക്കുന്ന പേര് ഒരുപക്ഷെ നിങ്ങൾ ഊഹിച്ചു കാണും, പ്രോക്സിമ ഡി. 2020 കണ്ടുപിടിച്ചുവെങ്കിലും അങ്ങനെ ഒരു ഗ്രഹം നിലനിൽക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കാനായത് കഴിഞ്ഞ മാസത്തിലാണ്, അതായത് 2022 ഫെബ്രുവരിയിൽ. 3ാമത്തെ ഗ്രഹമെന്ന് പറയുമ്പോൾ അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നും 2ാമത്തെ ഗ്രഹമായ പ്രോക്സിമ സി നിലനിൽക്കുന്നതിനേക്കാൾ അകലെയാണ് പ്രോക്സിമ ഡി നിലനിൽക്കുന്നതെന്നായിരിക്കും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇത് നക്ഷത്രത്തിന്റെ ഒരുപാട് അടുത്ത് നിലനിൽക്കുന്ന ഗ്രഹമാണ്. അടുത്തെന്ന് വെച്ചാൽ നക്ഷത്രത്തിൽ നിന്നും വെറും 43 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ മാത്രം. അതൊരു വലിയ ദൂരമായിട്ട് തോന്നിയെങ്കിൽ ഓർക്കുക, സൂര്യനിൽ നിന്നും ശരാശരി 6 കോടി കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് മെർക്കുറി സൂര്യനെ വലം വയ്ക്കുന്നത്. മെർക്കുറി ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ 88 ദിവസങ്ങളെടുക്കും. എന്നാൽ പ്രോക്സിമ ഡി വെറും 5 ദിവസങ്ങൾ കൊണ്ടാണ് അതിൻ്റെ നക്ഷത്രത്തിന് ചുറ്റും ഒരു തവണ വലം വെക്കുന്നത്. ഇത്രയും അടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 1000കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിൻ്റെ ഉപരിതല താപനിലയെന്നും ഈ അതികഠിനമായ ചൂട് കാരണം ഉപരിതലം മുഴുവൻ ഉരുകി ലാവ നിറഞ്ഞ അവസ്ഥയിലാണെന്നുമായിരിക്കും പെട്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. എന്നാൽ ശരിക്കും പ്രോക്സിമ സെന്റൗറി സൂര്യന്റെ 15% വലിപ്പം പോലുമില്ലാത്ത ചെറിയൊരു നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇത്രയും അടുത്തായിരുന്നിട്ടും ചെറിയ തോതിലുള്ള പ്രകാശം മാത്രമാണ് പ്രോക്സിമ ഡിക്ക് ലഭിക്കുന്നത്. അതിനാൽ തന്നെ വെറും 70 മുതൽ 90 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില മാത്രമാണ് പ്രോക്സിമ ഡിയുടെ ഉപരിതലത്തിലുള്ളത്. പ്രോക്സിമ സെന്റൗറിയുടെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് പ്രോക്സിമ ഡി. ഇതിന് ഭൂമിയുടെ 25% മാസ് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ 80%-ഓളം വലിപ്പവുമുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ എക്സോ പ്ലാനറ്റുകളിൽ ഒന്നാണ് പ്രോക്സിമ ഡി. ഇതൊരു റോക്കി പ്ലാനറ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇത്രയും അടുത്തൊരു ഗ്രഹം നിലനിന്നിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെ ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചത്? ശരിക്കും 1ാമത്തെ ഗ്രഹത്തിനെ, അതായത് പ്രോക്സിമ ബിയെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം ജ്യോതിശാസ്ത്രജ്ഞർക്കുണ്ടായിരുന്നു. അങ്ങനെ അവർ നിരന്തരമായി അതിനുവേണ്ടി തിരച്ചിൽ നടത്തി. സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, കാനഡ, ചിലി എന്നീ 6 രാജ്യങ്ങളിൽ നിന്നുമുള്ള പല സംഘം ജ്യോതിശാസ്ത്രജ്ഞരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഗവേഷണം നടത്തിയതും ഇതിനെ കണ്ടുപിടിച്ചതും. വെരി ലാർജ് ടെലസ്കോപ്പിലൂടെയാണ് ഇതിനെയും കണ്ടുപിടിച്ചത്. റേഡിയൽ വെലോസിറ്റി മെത്തേഡ് എന്നൊരു വിദ്യ ഉപയോഗിച്ചാണ് അവർക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റിയത്. എന്നുവെച്ചാൽ നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റിയുടെ സ്വാധീനം കാരണം നക്ഷത്രത്തിന്റെ സ്ഥാനത്തിൽ ചെറിയൊരു വ്യതിയാനം സംഭവിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നക്ഷത്രത്തിന് ചെറിയൊരു ചാഞ്ചാട്ടം സംഭവിക്കും. പക്ഷേ ഈ ഒരു വ്യതിയാനം എന്നത് വളരെ വളരെ ചെറുതായിരിക്കും. കാരണം വലിയ രീതിയിൽ നക്ഷത്രത്തിനെ സ്വാധീനിക്കാനുള്ള ഗ്രാവിറ്റിയൊന്നും ഒരു നിസ്സാരമായ ഗ്രഹത്തിനുണ്ടായിരിക്കില്ല. അതിനാൽ തന്നെ നക്ഷത്രത്തിന്റെ ഇത്രയും ചെറിയ ചലനം മനസ്സിലാക്കണമെങ്കിൽ അത്രയും തീവ്രമായി അതിനെ നിരീക്ഷിക്കണം. പ്രത്യേകിച്ച് പ്രോക്സിമ ഡി പോലെ ഒരു കുഞ്ഞൻ ഗ്രഹം കാരണം അതിൻ്റെ നക്ഷത്രത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചലനം തിരിച്ചറിയാൻ വർഷങ്ങളോളം നിരീക്ഷിക്കേണ്ടി വരും. അതുമാത്രമല്ല, സാധാരണ എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രാൻസിറ്റ് എന്ന വിദ്യയിലൂടെയും ഇതിനെ കണ്ടുപിടിക്കാനാകില്ല. അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു നക്ഷത്രത്തിന് മുന്നിലൂടെ ഒരു ഗ്രഹം കടന്നു പോവുകയാണെങ്കിൽ ഗ്രഹം നക്ഷത്രത്തിന്റെ പ്രകാശം ചെറിയ തോതിൽ തടയുന്നത് കാരണം ആ നക്ഷത്രത്തിന്റെ പ്രകാശം മങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രോക്സിമ സെന്റൗറിയുടെ പ്രകാശം തീരെ മങ്ങിയതായതുകൊണ്ടും പ്രോക്സിമ ഡി തീരെ ചെറുതായതുകൊണ്ടും ഇവിടെ ട്രാൻസിറ്റ് മെത്തേഡ് ഉപയോഗിക്കാനാകില്ല. അതുകൊണ്ടാണ് ഇതിനെ കണ്ടെത്താൻ ഇത്രയും വൈകിയതും. ശരിക്കും ഇതിനെ മാത്രമല്ല, പ്രോക്സിമ സെന്റൗറിയിലുള്ള മറ്റ് 2 ഗ്രഹങ്ങളെയും റേഡിയൽ വെലോസിറ്റി മെത്തേഡിലൂടെയാണ് കണ്ടെത്തിയത്.
ഇതുവരേക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹമാണ് പ്രോക്സിമ ഡി. പക്ഷേ മറ്റു രീതികളിലൂടെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രഹം മറ്റൊന്നാണ്. ഏകദേശം 2300 പ്രകാശവർഷങ്ങൾക്കകലെ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു കുഞ്ഞൻ ഗ്രഹത്തിന് ഭൂമിയുടെ 2% മാസ് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും ചെറിയ എക്സോപ്ലാനറ്റ്. പ്രോക്സിമ ഡിക്ക് മുന്നേ റേഡിയൽ വെലോസിറ്റിയിലൂടെ കണ്ടുപിടിച്ച ഏറ്റവും ചെറിയ ഗ്രഹം L9859b ആയിരുന്നു. അതിന് നമ്മുടെ ഭൂമിയുടെ പകുതി മാസ് പോലുമില്ല. പ്രോക്സിമ ഡിയെ കണ്ടുപിടിക്കുന്നതിനും ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് L9859bയെ കണ്ടുപിടിച്ചത്. അതിനുവേണ്ടിയും യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയിലുള്ള വെരി ലാർജ് ടെലസ്കോപ്പ് തന്നെയാണ് ഉപയോഗിച്ചത്. എന്തായാലും ഇപ്പോൾ വളരെ വേഗതയിലാണ് നമ്മൾ എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പല ടെലസ്കോപ്പുകളെയും ഒബ്സർവേറ്ററുകളെയും ഇതിനുവേണ്ടി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും അധികം വൈകാതെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി അറ്റാക്കാമ മരുഭൂമിയിൽ നിർമ്മിക്കുന്ന എക്സ്ട്രീംലി ലാർജ് ടെലസ്കോപ്പും ലഗ്രാഞ്ചെ 2 പോയിന്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പും പ്രപഞ്ചത്തിനെ നിരീക്ഷിക്കാൻ സജ്ജരാകും. അവയിലൂടെ ഇനിയും നമുക്ക് ധാരാളം എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിക്കാനാകുമെന്നത് തീർച്ചയാണ്. പുതിയതായിട്ട് കണ്ടെത്തിയത് കൊണ്ട് തന്നെ പ്രോക്സിമ ഡിയുടെ മുഴുവൻ സവിശേഷതകളും പ്രത്യേകതകളും നിലവിൽ ജ്യോതിശാസ്ത്രജ്ഞർക്കറിയില്ല. ഈ ഗ്രഹത്തിന് ഒരു അന്തരീക്ഷമുണ്ടോ? ഉപരിതലത്തിൽ ജലം നിലനിൽക്കുന്നുണ്ടോ? ഇത് ടൈഡലി ലോക്ക്ഡ് ആണോ? ഇവിടെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ടോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനിയും ഈ ഗ്രഹത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അധികം വൈകാതെ തന്നെ കൂടുതൽ നിരീക്ഷണങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.